ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ശരിയായ പാതകളിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? പക്ഷെ പല സമയങ്ങളിലും യാത്ര ചെയ്യുന്ന പല പാതകളും ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സമയം അതിക്രമിച്ചു പോകാറുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ശരിയായ പാതകളിൽ മുൻപോട്ട് യാത്ര ചെയ്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മെ ശരിയായ പാതയിൽ നടത്തുവാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് തൻ്റെ ആത്മാവ് നമ്മെ വഴി നടത്തും എന്നുള്ളതാണ്. നമ്മൾ ഈ വായിച്ച വാക്യം 143 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യമാണ്. ദാവീദിൻ്റെ പ്രാർത്ഥനകളിൽ ഒന്നാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് പഠിക്കുക, ദൈവത്തിൻ്റെ പാഠശാലയിൽ ഒരു വ്യക്തിയായിരിക്കുക. അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ ചില സന്ദേശങ്ങൾ കേൾക്കും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ശരിയായ പാതകളിൽ നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭയെ വഴി നടത്തുന്നത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് എന്ന് വേദപുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. കാരണം യേശു ഐഹിക കാലത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് താൻ പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വളരെ വേദനയും പ്രയാസവും ഉണ്ടായി. എന്നാൽ യേശു അവരോട് പറഞ്ഞ വാക്കാണ്, ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടെ ഒന്ന് സഹായിക്കാൻ, ഒന്ന് വഴി പറഞ്ഞു തരാൻ, കൈ പിടിച്ചുകൊണ്ട് നടത്താൻ ഇന്നത്തെ കാലത്ത് പലരുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അതേ വസ്തുത. ഏകാന്തതയിലും ഒറ്റപ്പെടലിലും അവഗണനകളിലുമൊക്കെ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ യാത്രയിൽ അവൻ തനിയെയല്ല. അവനെ സത്യത്തിൻ്റെ പാതയിൽ, ശരിയായ പാതയിൽ വഴി നടത്തുവാനുള്ള അതെ എങ്ങനെയാണത് ആകുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളതല്ല, നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹപൂർണമായി തീരണമെന്നുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ജീവിതം നമുക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ചിന്തിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം പുതിയ നിയമം പഠിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഏകദേശം 60 കാര്യങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട്, സഭയുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ദൈവപൈതലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 60 കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഒരു ഇൻട്രോഡക്ടറി പാർട്ടാണ്, മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ ചില മിനിറ്റിനുള്ളിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ശരിയായ പാതകളിൽ നടത്തും എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് കഴിയും? എങ്ങനെയാണ് ആ ശബ്ദം കേട്ട് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്? അങ്ങനെ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 2-3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്: ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന്റെ മക്കളായി തീർന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം എന്നുള്ളത്, അവനെടുക്കുന്ന തീരുമാനങ്ങൾ, അവൻ യാത്ര ചെയ്യേണ്ടുന്ന വഴികൾ, അവൻ ചെയ്യുന്ന ശുശ്രൂഷകൾ, അവൻ എവിടെയായിരിക്കണം എന്നുള്ളത് എന്നിത്യാദി എല്ലാ കാര്യങ്ങളിലും സമ്പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവിൽ തന്നെ ആയിരിക്കണമെന്നുള്ളത്
ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച ദൈവഹിതം എന്നുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ചെയ്തെടുത്ത, 1-ാം നൂറ്റാണ്ടിൽ അവർ ചെയ്തെടുത്ത മഹൽ പ്രവർത്തികൾ, അവർ ചെയ്തെടുത്ത ദൈവവേലയോട് ബന്ധപ്പെട്ട് അവർ ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വിജയകരമായി തീരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പുസ്തകമാണ്. ആദ്യത്തെ ഒരു 5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു അധ്യായത്തിൽ ഒരു 15 തവണയെങ്കിലും പരിശുദ്ധാത്മാവ് 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 എന്നുള്ള ആ വാക്ക് ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പാരാക്ലിറ്റെ എന്ന് പറയുന്ന ഒരു പദമാണ്. പാരാക്ലിറ്റെ കാര്യസ്ഥനാണ്, കംഫോർട്ടർ, അഡ്വക്കേറ്റ്. നമ്മുടെ സഹായത്തിന്, നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, വഴിയറിയാതെ ഭ്രമിച്ചു നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ, സത്യത്തിന്റെ പാതയിൽ ശരിയായ വഴികളിൽ നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നാം കണ്ടു തുടങ്ങും. അത് ഈ ദിവസങ്ങളിൽ വചനാടിസ്ഥാനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. എന്താണ് ആത്മനിറവ്, ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ? ഇതെല്ലാം ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ആത്മഫലം എല്ലാ വ്യക്തികളിലും ഉണ്ടാകുമ്പോൾ ആത്മവരം വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കും. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ്. സകല സത്യത്തിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അസത്യത്തിൽ യാത്ര ചെയ്ത്, ഇരുളിൽ യാത്ര ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലും വേദനയിലോ പ്രയാസത്തിലോ ആണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുക. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. 2, ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തുന്ന ഏവരും ദൈവ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവാണ് വഴി നടത്തുന്നത്. നാം ദൈവമക്കളെന്ന് നമ്മുടെ ആത്മാവോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയുകയാണ്. ചില സമയങ്ങളിലൊക്കെ നാം അറിയാത്ത ചില നിരാശകൾ നമ്മളെ പിടിച്ചു കുലുക്കും. വലിയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറും. ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയാത്ത ഭാരത്തിലേക്ക് നാം വീണുപോകും. ആ സമയങ്ങളിൽ നീ ഒരു ദൈവപൈതലാണ്, ഞാനൊരു ദൈവപൈതലാണ്, ഇങ്ങനെയല്ല പോകേണ്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നാം അത് തിരിച്ചറിയുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 1ാമത്തെ മിഷണറി യാത്ര നടത്തിയ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ളവരെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പറഞ്ഞയക്കുന്ന ആത്മാവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചുവട് വെക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ സഹായത്തിന് നമ്മൾ പോകേണ്ടുന്ന വഴികളിൽ നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഗലാത്യയിലേക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ, ബിഥുന്യയിലേക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ തടയുന്ന ആത്മാവിനെ കാണുവാൻ കഴിയും. പക്ഷെ തടയുന്ന ആത്മാവ് മാത്രമല്ല, മക്കദോന്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. പല വഴികളും അടയപ്പെട്ടു എന്ന് തോന്നിയാലും ശരിയായ വഴികളിൽ, ശരിയായ പാതകളിൽ നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ്. ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി വിധേയപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ അവനിലുള്ള പാപ സ്വഭാവങ്ങളെ കീഴടക്കി അവന് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. ചിലർ പറയുന്നു,
എനിക്ക് എൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തെറ്റായ സ്വഭാവങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ പണ്ട് ഭയങ്കര കോപമുള്ള ഒരാളായിരുന്നു. ഞാൻ എൻ്റെ സഹോദരനെ ഒരിക്കൽ ദേഷ്യം വന്നപ്പം അടിച്ചു കൊല്ലും എന്നുള്ള നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആ കോപ സ്വഭാവങ്ങളിലെല്ലാം ഗണ്യമായ മാറ്റങ്ങളുണ്ടായി. ഗണ്യമായ മാറ്റമെന്നല്ല, ശാന്തതയും ഒരു ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുന്നത്, കുറച്ച് സൗമ്യതയും ജീവിതത്തിൽ നമ്മൾ പഠിച്ചു. നമ്മിലുള്ള പാപത്തിൻ്റെ സ്വഭാവങ്ങളെ ജയിക്കുവാൻ നമുക്ക് കൃപ തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ ദൈവത്തിന് സ്തോത്രം, നിത്യജീവനിലേക്ക് എത്തും. നമുക്ക് ഓവർകം ചെയ്യുവാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ നമ്മിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പദം തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ വേഗത്തിൽ നിർത്തുകയാണ്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശരിയായ പാതകളിൽ നടത്തട്ടെ, സത്യത്തിൻ്റെ വഴികളിൽ നടത്തട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ദൈവം പറഞ്ഞത് ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ദൈവേഷ്ടപ്രകാരമുള്ള സത്യത്തിൻ്റെ വഴികളിലൂടെ നടന്ന് പാപ സ്വഭാവങ്ങളെ മരിപ്പിച്ച്, അതെ, ദൈവപുത്രന്മാരെന്നുള്ള പദവിയിൽ തുടർന്ന് ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. മുഖവരിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചിലർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതുകൊണ്ടാണ്. കൂടുതൽ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും, എങ്ങനെ ദൈവത്തോടുകൂടെ നമുക്ക് നടക്കാൻ പറ്റും, എങ്ങനെ ദൈവം പറയുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റും, എങ്ങനെ ജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.